പക്ഷേ അവിടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കൂടെ ഒരാൾ കൂടെയുണ്ട്. നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. 3 പേരെയാണ് ഇട്ടത്, 4 പേർ പ്രിയപ്പെട്ടവരെ ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. അവർക്കൊന്നും ബാധിച്ചിട്ടില്ല. അത് എഴുതിയിട്ടുണ്ട്, അവർക്ക് ഒരു ഉപദ്രവവും ഏറ്റിട്ടില്ല. അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല. ഉപദ്രവിക്കാനുള്ളത്, കത്തിച്ചാമ്പലായി ചാരവാകാനുള്ളത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും അവർക്കൊരു ഉപദ്രവവും ഏറ്റിട്ടില്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക്, ദിവസവും ദൈവവചനം കേൾക്കുന്ന നിനക്ക് പ്രതിസന്ധികളില്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, ഒറ്റപ്പെടലില്ലെന്നല്ല, വെല്ലുവിളികളില്ലെന്നല്ല, തീച്ചൂള പോലെ കത്തുന്ന വിഷയങ്ങളൊന്നുമില്ലെന്നല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഉപദ്രവവും നിനക്കേൽക്കുകയില്ല, ഒരു ദോഷവും നിനക്ക് വരികയില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ, സ്കൂളിൽ, കോളേജിൽ, ഹോസ്റ്റലിൽ, വിവിധ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പം അവർക്ക് എന്താകും, എന്തേലും പറ്റുമോ, കൂട്ടുകെട്ട് മാറിപ്പോകുമോ, മദ്യത്തിലേക്ക് പോകുമോ, മയക്കുമരുന്നിലേക്ക് പോകുമോ? നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ, നമ്മളെപ്പോലെയുള്ള ചിലർ തീഷ്ണമായി പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ഒരു ഉപദ്രവവും അവർ കേൾക്കുകയില്ല, ഒരു ഉപദ്രവവും അവർ കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകും, തകർന്നു പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും, വഴിതെറ്റിപ്പോകും എന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് നമ്മൾ പറയാനിടവരും, ഒരു ദോഷവും വന്നിട്ടില്ലല്ലോ ദൈവമേ, ഒരു ഉപദ്രവവും ഏറ്റില്ലല്ലോ ദൈവമേ, അത്ഭുതമാണല്ലോ, അത് ദൈവം നടത്തിയതാ, ദൈവം കൈപിടിച്ചു നടത്തിയതാ. ഇനി തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ ഈ 3 ചെറുപ്പക്കാരെയും രാജാവ് പുറത്തു കൊണ്ടുവന്നു. ഞാൻ അതിനെ രാജാവ് പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അതിനെ ഒരു അല്പം കൂടി ഭാവനയിൽ കാണുവാണ്. ദൈവം തന്നെ ആ അവസ്ഥയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികളെ തെളിച്ചു. ദൈവം തന്നെ ആ അവസ്ഥയിൽ കിടന്നവരെ, അവർക്ക് തനിയെ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ്, ചുറ്റും ശത്രുക്കളും, ചുറ്റും അഗ്നിയുടെ ഒരു വലിയ വലയമാണ്. എങ്ങനെ പുറത്തു കിടക്കാനാണ്, എങ്ങനെ രക്ഷപ്പെടാനാണ്? മാനുഷിക ബുദ്ധിയിൽ സാധ്യമല്ല, മനുഷ്യൻ്റെ കഴിവിൽ സാധ്യമല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിൽ സാധ്യമല്ല. എല്ലാ വഴികളും അടഞ്ഞു. പക്ഷെ ദൈവം ആ അവസ്ഥയിൽ നിന്ന് അവരെ കൈ പിടിച്ചെന്ന പോലെ പുറത്തു കൊണ്ടുവന്നു. എല്ലാവരോടുമായി പറയട്ടെ, നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളെ ഈ കുടുംബത്തിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ആര് രക്ഷപ്പെടുത്തും, എൻ്റെ കുഞ്ഞുങ്ങളെ ആര് രക്ഷപ്പെടുത്തും? ദൈവം തന്നെ ഇറങ്ങി വന്ന്, ദൈവം തന്നെ അടുത്തു വന്ന് കൈ പിടിച്ച് നിന്നെ രക്ഷിക്കുന്ന, പുറത്തു കൊണ്ടുവരുന്ന, നിനക്കൊരു നല്ല ജീവിതത്തിലേക്ക് എത്തിക്കുന്ന അനുഭവം ഉണ്ടാവും.